ഏയ് ഗൈസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് മറ്റന്മാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്, ട്രിവാൻഡ്രം. ഓക്കെ, വെളുപ്പിന് 4:30 ആവാറായി, ഏകദേശം 4:30 ആവാറായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം വീട്ടിലേക്ക് കിടക്കാം. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കണേ. ഇവിടെ എല്ലാ വീട്ടിലും വേണ്ട ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം വീട്ടിൽ കിടക്കാം. വീഡിയോ അതായിട്ടാണ് അതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സ്കൂട്ടറിന് നമ്മൾ ട്രാവലറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കാണ്ട് ഗൈസ്. ഒക്കെ നമ്മൾ ട്രാവലറിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് നമുക്കിത് കുറേ പോകാനുണ്ടായിരുന്നു. ഞാൻ രാത്രി കുറേ എടുത്തു, പിന്നെ രാവിലെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടൈം ലാപ്സ് എടുത്തു. അതാണ് വേണ്ട, കുറേ പോകാനുണ്ടായിരുന്നു ഗൈസ്. ഏകദേശം 5-6 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ കേസ് നമ്മളങ്ങനെ എക്സ്പോ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേസ് എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടെ കുറേ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ വിശ്രമിക്കാൻ നിന്നായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ മറ്റേ കൊട്ടാരമാണിത്, തിരുവനന്തപുരത്ത്. മുമ്പ് ഇവിടെ ഫ്രണ്ടിൽ എന്തോ ആർട്ടൊക്കെ ചെയ്ത് വെച്ചാണ്, ക്രാഫ്റ്റൊക്കെ. ഇതാണ് കേസ് മേളിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് കേട്ടോ. പിന്നെ അവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗും കൊണ്ട് ആമേനൊക്കെ കേസ് ഉണ്ടാക്കി വെച്ചാണ് അവിടെ ആർട്ടിന് വേണ്ടി കേസ്. ഇതാണ് കേസ് ആ പാലസിൻ്റെ ചുറ്റുവട്ട പ്രദേശം. ആ പാലസിൻ്റെ അകത്തോട്ട് കയറ്റില്ല കേട്ടോ. കേസ് നമ്മൾ ഫുഡ് സ്റ്റോളിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് സ്റ്റോളിലോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടായിരുന്നു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണി ആയിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് അവിടുന്ന് എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയി. അവിടെ കുറച്ചൊക്കെ കാണാനുണ്ടായിരുന്നു. അവിടെ കുറേ സ്ഥലത്ത് ചുറ്റിക്കറങ്ങി നടന്ന്. പിന്നെ കേസ് നമ്മൾ എക്സ്പോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേസ്. അതായത് നമ്മൾ സൈഡിൽ ഒരു സ്ഥലത്ത് നിൽക്കാറുണ്ട്. അതേ നമ്മൾ നേരെ പോയത് സൂവിലോട്ടാണ് കേസ്. ട്രിവാൻഡ്രം സൂ കണ്ട അവിടെ എഴുതി വെച്ചാൽ ട്രിവാൻഡ്രം സൂവിലോട്ടാണ് കേസ് നമ്മൾ പോയത്. അവിടെ എൻട്രൻസിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻട്രൻസിലോട്ട് കയറിയ കേസ്. ഓക്കെ, കയറിയപ്പോൾ തന്നെ അവിടെ കണ്ടത് 2 കുരങ്ങന്മാർ അവിടെ ഇരിക്കണതാണ് കേസ്. 2 വലിയ ഏതോ കുരങ്ങന്മാർ. പിന്നെ 2 സാധാ കുരങ്ങന്മാരെ കണ്ടു. ഒരു കുരങ്ങൻ അവിടെ ഇരിക്കണം, ഒരു കുരങ്ങൻ മരത്തിൻ്റെ മേളിലിരിക്കണം. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ ജീവി, ഒട്ടപക്ഷി പോലത്തെ ഏതൊക്കെയോ ജീവി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ മൂങ്ങ കൈസ് അവിടെ നിന്ന് ഉറങ്ങാമായിരുന്നു. ഏതോ വലിയൊരു പരുന്ത് പോലത്തെ ഒരു സാധനം. കേസ് ഒരു മുതലേനെ കണ്ട് കേസ്. പിന്നെ അവിടെ ഒരു എന്തോ ഫ്ലമിംഗോ പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു. അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോസൊക്കെ ഇട്ടിരിക്കായിരുന്നു ആ ഫ്ലമിംഗോ പോലത്തെ സാധനം കല്ലിൻ്റെ അവിടെ. പിന്നെ ഇവിടെ നീർനായനെ കണ്ട് കേസ്. നീർനായനെ കണ്ട് അവിടെ. അത് കുറച്ച് കരടീനെ കണ്ട് കേസ്. കരടികൾ 2 കരടികൾ. ഒരു കരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈനോനെയാണ് കേസ് കണ്ടത്. ഒരു റൈനോ, നല്ല പ്രായമുള്ള റൈനോ ആയിരുന്നു. പിന്നെ ഹിപ്പോ ഒട്ടമേസ അവിടെ കണ്ണ് മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നേരെ കോവളം ബീച്ചിലോട്ട് അങ്ങോട്ട് പോയി കേസ്. ഒക്കെ കോവളം ബീച്ചിൽ കുറച്ച് നേരം അവിടെ നിന്ന് കേസ് ഉണ്ട്. അവിടെ ക്ലൈമറ്റൊക്കെ ആകെ ബാഡ് ക്ലൈമറ്റ് ആയിരുന്നു കേസ്. മഴ പെയ്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. ഈ സൂര്യനെ സൂം ചെയ്യാൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീരുകയാണ് കേസ്. ബൈ ഗായ്.